കൊച്ചിയിലെ വ്യവസായ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പുകളിലൊന്നിന്റെ ചുരുളഴിയുന്നു. എളംകുളം സ്വദേശിയായ പ്രമുഖ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉടമയ്ക്ക് നഷ്ടപ്പെട്ടത് 24.7 കോടി രൂപ. 2 വർഷം നീണ്ട കബളിപ്പിക്കലുകൾക്കൊടുവിൽ 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള 96 ഇടപാടുകളിലൂടെയാണ് തുക കൈക്കലാക്കിയത്. ഈ തട്ടിപ്പിന്റെ കേന്ദ്ര ബിന്ദുവായ ഡാനിയൽ എന്ന വ്യക്തിയെക്കുറിച്ചുള്ള ദുരൂഹതകളാണ് കേസിന്റെ അന്വേഷണത്തെ വഴിമുട്ടിക്കുന്നത്. ഡാനിയൽ ഒരു യഥാർത്ഥ വ്യക്തിയാണോ അതോ കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിച്ച ഒരു കഥാപാത്രമാണോ എന്ന സംശയം പോലും അന്വേഷണ സംഘം പങ്കുവെക്കുന്നു. രാജ്യത്തെ സൈബർ തട്ടിപ്പുകളുടെ ചരിത്രത്തിൽ ഒരു വ്യക്തിക്ക് ഇത്രയും അധികം തുക നഷ്ടപ്പെട്ടതായി രേഖപ്പെടുത്തിയിട്ടില്ല. ഈ കേസ് കൈകാര്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കേണ്ട അവസ്ഥയിലേക്ക് കൊച്ചി സിറ്റി പോലീസ് എത്തി. കേസിന്റെ ഓരോ ഘട്ടത്തിലും പുതിയ വെല്ലുവിളികൾ ഉയർന്നു വരുന്നു. തട്ടിപ്പ് സംഘം ഉപയോഗിച്ച സാങ്കേതിക വിദ്യയുടെ സങ്കീർണതയും ഡാനിയൽ എന്ന വ്യാജ വ്യക്തിയുടെ സാന്നിധ്യവുമാണ് അന്വേഷണ സംഘത്തിന് തലവേദന സൃഷ്ടിക്കുന്നത്. എല്ലാം തുടങ്ങുന്നത് 2023 മാർച്ചിലാണ്. ഷെയർ ട്രേഡിംഗിൽ സജീവമായ വ്യവസായിക്ക് വാട്സപ്പിൽ ലഭിച്ച ഒരു സന്ദേശത്തിലൂടെയാണ് തട്ടിപ്പ് സംഘം വല വിരിക്കുന്നത്. പിന്നീട് ടെലിഗ്രാമിലേക്ക് സംഭാഷണം മാറ്റുകയും ഡാനിയൽ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഒരു മലയാളി വ്യവസായിയുമായി നിരന്തര ആശയവിനിമയം നടത്തുകയും ചെയ്തു. അമേരിക്കയിലെ കാലിഫോർണിയ ആസ്ഥാനമായുള്ള ക്യാപിറ്റാലിക്സ് കോം എന്ന കമ്പനിയുടെ പേരിൽ ട്രേഡിംഗ് നടത്തിയാൽ ഉയർന്ന ലാഭം ലഭിക്കുമെന്ന് ഡാനിയൽ വ്യവസായിയെ വിശ്വസിപ്പിച്ചു. ആദ്യഘട്ടത്തിൽ ചെറിയ തുക നിക്ഷേപിച്ച് ലാഭം നേടിയതോടെ വ്യവസായിക്ക് സംഘത്തിലുള്ള വിശ്വാസം വർദ്ധിച്ചു. ആദ്യത്തെ 1.5 കോടി രൂപ ലാഭവിഹിതമായി ലഭിച്ചത് ഈ തട്ടിപ്പിന്റെ വിശ്വസ്തതയെ ഉറപ്പിക്കുന്നതിൽ നിർണായകമായി. ഈ ആദ്യ വിജയത്തിൽ ആകൃഷ്ടനായി വ്യവസായി കൂടുതൽ വലിയ തുകകൾ നിക്ഷേപിക്കാൻ തുടങ്ങി. ഡാനിയലിന്റെ നിർദ്ദേശപ്രകാരം വിവിധ ബാങ്കുകളിലെ അക്കൗണ്ടുകളിലേക്ക് 96 തവണകളായി 24.7 കോടിയോളം രൂപ കൈമാറി. ഓരോ തവണ നിക്ഷേപിക്കുമ്പോഴും ഇരട്ടി തുകയാണ് ലാഭമായി വ്യാജ ആപ്പിൽ കാണിച്ചിരുന്നത്. പണം പിൻവലിക്കാൻ ശ്രമിച്ചപ്പോഴാണ് വ്യവസായി തട്ടിപ്പിന് ഇരയായെന്ന് മനസ്സിലാക്കുന്നത്. തുടർന്ന് ഇദ്ദേഹം കൊച്ചി സിറ്റി സൈബർ പോലീസിൽ പരാതി നൽകി. കേസ് രജിസ്റ്റർ ചെയ്തതോടെയാണ് ഈ തട്ടിപ്പിന്റെ വ്യാപ്തി പോലീസ് മനസ്സിലാക്കുന്നത്. ഡാനിയൽ എന്ന പ്രതിയെ ചുറ്റിപ്പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിച്ച പോലീസ് നിസ്സഹായരായി. ഫോൺ വഴിയും ടെലിഗ്രാം വഴിയുമുള്ള ആശയവിനിമയം മാത്രമാണ് പോലീസിന്റെ പക്കലുള്ളത്. ഡാനിയലിന്റെ പേരിനപ്പുറം ഒരു തുമ്പുമില്ല. ഇയാളുടെ ശബ്ദത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് വിശകലനം നടത്തുന്നുണ്ടെങ്കിലും ഇത് AI ഉപയോഗിച്ച് സൃഷ്ടിച്ചെടുത്ത ശബ്ദമാണോ എന്നും സംശയമുണ്ട്. ഇത്തരം സങ്കീർണമായ സൈബർ തട്ടിപ്പുകളിൽ പലപ്പോഴും വ്യാജ ഐഡന്റിറ്റികൾ ഉപയോഗിക്കാറുണ്ട്. ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും വലിയ ഫലം കണ്ടില്ല. അജ്ഞാത നമ്പറുകളിൽ നിന്നുള്ള കോളുകളും വിദേശ രാജ്യങ്ങളിലെ സെർവറുകളിലൂടെയുള്ള ടെലിഗ്രാം ആശയവിനിമയവുമാണ് തട്ടിപ്പ് സംഘം ഉപയോഗിച്ചത്. ഇത് പ്രതികളിലേക്ക് നേരിട്ട് എത്താനുള്ള പോലീസിന്റെ വഴികൾ അടച്ചു. തട്ടിപ്പിനായി ഉപയോഗിച്ച ക്യാപിറ്റാലിക്സ് കോം എന്ന വെബ്സൈറ്റ് പോലീസ് വിശദമായി പരിശോധിച്ചു. കാലിഫോർണിയയിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയാണിതെന്ന് കണ്ടെത്തി. എന്നാൽ ഈ കമ്പനി മുൻപും സമാനമായ രാജ്യാന്തര സൈബർ തട്ടിപ്പുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളതായി റിപ്പോർട്ടുകൾ ലഭിച്ചു. ഗൂഗിളിൽ ഒരു ചെറിയ തിരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ പോലും ഈ കമ്പനിയുടെ തട്ടിപ്പ് പശ്ചാത്തലം മനസ്സിലാക്കാമായിരുന്നുവെന്ന് അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടി. ക്യാപിറ്റാലിക്സ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയാണോ, ഓൺലൈൻ ട്രേഡിംഗ് അംഗീകാരമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഒരു കമ്പനിയാണോ അതോ വെറും വ്യാജ വെബ്സൈറ്റ് മാത്രമാണോ എന്നുള്ളതിലും വ്യക്തതയില്ല. തട്ടിപ്പിന്റെ ഏറ്റവും നിർണായകമായ ഒരു ഘടകം പണം കൈമാറിയ അക്കൗണ്ടുകളാണ്. 3 ബാങ്കുകളിലെ 96 അക്കൗണ്ടുകളിലേക്കാണ് പണം പോയത്. ഈ അക്കൗണ്ടുകളെല്ലാം ഇന്ത്യയിലുള്ളതാണ്. ഇത് തട്ടിപ്പ് സംഘത്തിന് ഇന്ത്യയിൽ ശക്തമായ ഒരു മണി ട്രാൻസ്ഫർ ശൃംഖലയുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ഈ അക്കൗണ്ടുകൾ ആരുടേതാണ്? ഇവ വ്യാജമാണോ അതോ പണം തട്ടിപ്പുകാർക്ക് വേണ്ടി കൈമാറാൻ മാത്രം ഉപയോഗിക്കുന്ന കള്ളക്കടത്ത് അക്കൗണ്ടുകളാണോ എന്നും പോലീസ് അന്വേഷിക്കുന്നു. ബാങ്ക് ഇടപാടുകളുടെ പൂർണ്ണ വിവരങ്ങൾ എത്രയും വേഗം ശേഖരിക്കാൻ പോലീസ് ശ്രമം തുടങ്ങി. ഈ കേസ് സൈബർ തട്ടിപ്പിന്റെ പരിണാമത്തെയാണ് സൂചിപ്പിക്കുന്നത്. മുൻപ് ഒറ്റപ്പെട്ട സംഭവങ്ങളായിരുന്നെങ്കിൽ ഇന്ന് അതൊരു സംഘടിത കുറ്റകൃത്യമായി വളർന്നിരിക്കുന്നു. വാട്സപ്പ്, ടെലിഗ്രാം പോലുള്ള സമൂഹ മാധ്യമങ്ങൾ ഇതിനായി വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. പണം വാഗ്ദാനം ചെയ്ത് നിക്ഷേപം ആകർഷിച്ച ശേഷം വ്യാജ ആപ്പുകളിലൂടെയും വെബ്സൈറ്റുകളിലൂടെയും തട്ടിപ്പ് നടത്തുന്നത് ഒരു സ്ഥിരം രീതിയായി മാറിയിരിക്കുന്നു. ഇരയുടെ വിശ്വാസം നേടുന്നതിനായി ആദ്യം ചെറിയ തുക ലാഭമായി നൽകുന്നത് ഈ തട്ടിപ്പുകളുടെ ഒരു പൊതു സ്വഭാവമാണ്. ഈ തട്ടിപ്പിൽ ഡാനിയൽ എന്ന വ്യക്തിയുടെ മലയാളത്തിലുള്ള ആശയവിനിമയം തട്ടിപ്പുകാർക്ക് പ്രാദേശികമായി സഹായം ലഭിച്ചിരിക്കാമെന്ന സൂചന നൽകുന്നു. അല്ലെങ്കിൽ മലയാളം സംസാരിക്കാൻ കഴിയുന്ന വിദേശികൾ തട്ടിപ്പിൽ പങ്കാളികളായിരിക്കാം.
ഈ സംഭവം ഓൺലൈൻ നിക്ഷേപങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഉയർന്ന ലാഭം വാഗ്ദാനം ചെയ്യുന്ന വ്യാജ നിക്ഷേപ പദ്ധതികളെ കുറിച്ച് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണം. ഏതെങ്കിലും കമ്പനികൾ പണം നിക്ഷേപിക്കുന്നതിന് മുൻപ് ആ കമ്പനിയുടെ പശ്ചാത്തലം, രജിസ്ട്രേഷൻ, സാമ്പത്തിക ഇടപാടുകൾ എന്നിവയെക്കുറിച്ച് വിശദമായി പഠിക്കണം. ഒരു ഗൂഗിൾ തിരച്ചിൽ പോലും വലിയ തട്ടിപ്പുകളിൽ നിന്ന് രക്ഷിക്കാൻ സഹായിക്കും. പണം നേരിട്ട് വ്യക്തിഗത അക്കൗണ്ടുകളിലേക്ക് അയക്കുന്നത് ഒഴിവാക്കുക. ഇത്തരം സാഹചര്യങ്ങളിൽ ബാങ്കുകൾ വഴി മാത്രം ഇടപാടുകൾ നടത്താൻ ശ്രമിക്കുക. കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം കൂടി സഹകരിച്ചേക്കും. അതീവ രഹസ്യമായാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. AI ഉപയോഗിച്ചുള്ള തട്ടിപ്പ് സാധ്യത പരിശോധിക്കുന്നതിന് സൈബർ വിദഗ്ധരുടെ സഹായവും തേടിയിട്ടുണ്ട്. ഡാനിയൽ ഒരു AI കഥാപാത്രമാണോ അതോ വെറും ഒരു വ്യാജ പേരാണോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. എങ്കിലും ഈ കേസ് കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേസുകളുടെ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായി മാറും. പ്രതികളിലേക്ക് എത്താൻ സാധിച്ചാൽ സൈബർ ലോകത്തെ പല ദുരൂഹമായ ശൃംഖലകളും തുറന്നുകാട്ടാൻ ഈ അന്വേഷണത്തിന് സാധിച്ചേക്കാം.